കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ എല്ലാം അതിശയിപ്പിച്ചുകൊണ്ടാണ് യുവതാരങ്ങളിലെ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സംഗീത് പ്രതാപ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഈയിടെയായിരുന്നല്ലോ മോഹൻലാലും സംഗീത് പ്രതാപും കോമ്പിനേഷൻ പഴയ മോഹൻലാൽ ശ്രീനിവാസൻ അല്ലെങ്കിൽ ജഗതി കോമ്പിനേഷൻ പോലെ തോന്നുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലാണ് മോഹൻലാലും സംഗീത് പ്രതാപും ഒന്നിച്ചെത്തുന്നത്. ഇപ്പോഴിതാ മോഹൻലാലുമായുള്ള ചില ചിത്രങ്ങൾ പങ്കുവെക്കുകയായിരുന്നു യുവനടനായ സംഗീത്. കാണുന്ന പ്രേക്ഷകരിൽ സന്തോഷം നിറയ്ക്കുന്ന ഫോട്ടോസാണ് സംഗീത് പുറത്തുവിട്ടത്. ചിരിച്ചു കളിച്ചു നിൽക്കുന്ന മോഹൻലാലിനെയും സംഗീതിനെയുമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. താൻ കണ്ടു വളർന്ന ഇതിഹാസം തന്നെയാണോ ഇതെന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ടെന്നായിരുന്നു സംഗീത് പോസ്റ്റിൽ ക്യാപ്ഷൻ ഇട്ടത്. ഞാൻ കണ്ടു വളർന്ന ഇതിഹാസ തുല്യനായ മനുഷ്യൻ തന്നെയാണോ ഇതെന്ന് ഞാൻ ചിന്തിച്ച് നിന്നുപോയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന സുഹൃത്തല്ലേ ഇതെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഫോട്ടോസാണ് ഇത്. എല്ലാ ആനന്ദ നിമിഷങ്ങൾക്കും നന്ദി ലാലേട്ട എന്നായിരുന്നു സംഗീത് കുറിച്ചത്. അതിനൊപ്പം പങ്കുവച്ച ഓരോ ഫോട്ടോസിനും ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ള ഹ്യൂമർ മികച്ച രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലാണല്ലോ ഇരുവരും ഒന്നിക്കുന്നത്. ഒരു പുതിയ കോമ്പിനേഷൻ കാണാനുള്ള കൗതുകവും പ്രേക്ഷകരിൽ ജനിച്ചു കഴിഞ്ഞു. കൂടാതെ സംഗീത് പ്രതാപിന്റെ ഈ പങ്കുവെക്കലും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓണത്തിന് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിനുണ്ട്. ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ്. കൂടാതെ സംഗീതിന്റെയും മാളവിയുടെയും ഒക്കെ കോമ്പിനേഷൻ മോഹൻലാലിനൊപ്പം ഈ ചിത്രത്തിൽ വരികയാണ്. ഈ രണ്ട് താരങ്ങളും മോഹൻലാലിനൊപ്പമുള്ള നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് വാചാലരാകുന്ന കാഴ്ചകൾ നമ്മൾ അടുത്തിടെ കണ്ടിരുന്നു. പൂക്കി മോഹൻലാൽ എന്ന് ഈ കാലഘട്ടത്തിൽ മാളവിക മോഹനൻ മോഹൻലാലിനെ പുകഴ്ത്തിയപ്പോൾ അതേ പൂക്കിലാലിനെ തന്നെയാണ് സംഗീത് പ്രതാപ് മറ്റൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നത്. സംഗീത് പ്രതാപിന്റെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ആരാധകർക്കും പ്രേക്ഷകർക്കും കൗതുകം ഇരട്ടിച്ചതേ ഉള്ളൂ. മോഹൻലാൽ ഈ വർഷം വീണ്ടും നമ്മളെ അതിശയിപ്പിക്കുന്നത് ഇങ്ങനൊരു സിനിമയിലൂടെ തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ വർഷം മോഹൻലാൽ നമുക്ക് തന്ന പല സിനിമകളിലും മികച്ച ഒരു കഥാപാത്രം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. ഈ അടുത്തിടെ മോഹൻലാലിന്റെ ഒരു ക്യാമിയോ വേഷവും കണ്ണപ്പ എന്ന ചിത്രത്തിലൂടെ പുറത്തു വന്നിരുന്നു. എന്നാൽ മലയാളികൾക്കിടയിൽ ഈ ചിത്രത്തിന് അത്ര നല്ല റിവ്യൂ അല്ല കിട്ടിയിരിക്കുന്നത്. ഒരു ക്രിഞ്ച് സിനിമ എന്ന രീതിയിൽ പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ 15 മിനിറ്റും 18 മിനിറ്റും ദൈർഘ്യമുള്ള മോഹൻലാൽ കഥാപാത്രം ഈ ചിത്രത്തിൽ കാണാമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞെങ്കിലും 10 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള മോഹൻലാലിനെയാണ് ചിത്രത്തിൽ കാണാനായത്. എന്നാൽ മോഹൻലാൽ വലിയ കുഴപ്പമില്ലാതെ അവതരിപ്പിച്ചു പോയ ഒരു കഥാപാത്രം കൂടിയായിരുന്നു ഈ ചിത്രത്തിൽ. എന്നിട്ടും യൂട്യൂബിലെ പല റിവ്യൂവേഴ്സും മോഹൻലാലിനെ കളിയാക്കാനുള്ള നിമിഷങ്ങളാണ് കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരാധകർ കഴിഞ്ഞ ദിവസം എത്തിയതും ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. ആരാ മോഹൻലാലിനെ കളിയാക്കിയതെന്നും മോഹൻലാൽ കഥാപാത്രത്തെ മോക്ക് ചെയ്തതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കണ്ണപ്പ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ പ്രമുഖ യൂട്യൂബറിന് ആ സിനിമയിലെ 10 മിനിറ്റ് തികച്ചില്ലാത്ത മോഹൻലാൽ അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ തന്നെ കോസ്റ്റ്യൂം തന്നെ ഇടണമായിരുന്നു. കാരണം മോഹൻലാലിനെ കളിയാക്കുക, മോക്ക് ചെയ്യുക, തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് ഇതൊരു മോഹൻലാൽ സിനിമയാണെന്ന് തോന്നിക്കുക എന്നതൊക്കെയാണ് പരമാവധി റീച്ച് ഉണ്ടാക്കാനുള്ള വഴി എന്ന് അയാൾക്ക് നന്നായി അറിയാം. റീച്ചും ഫെയിമും കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും കാട്ടിക്കൂട്ടുന്ന പ്രിൻസ് മൂവിയിലെ ചിഞ്ചുറാണിയുടെ എക്സ്ട്രീം വെർഷനാണ് കോക്ക്. മോഹൻലാൽ ഫാനാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ഇയാൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി അദ്ദേഹം തെറ്റില്ലാതെ ചെയ്ത 5 മിനിറ്റ് ക്യാമിയോ റോളിനെ വരെ മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളോട് അടുപ്പമുള്ളവരൊക്കെ ഒന്ന് കാത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ലൈം ലൈറ്റിൽ നിൽക്കാൻ, റീച്ച് ഉണ്ടാക്കാൻ എന്തുതരം താഴ്ന്ന പണിയും ഇതുപോലെയുള്ളവർ ചെയ്യും. കേസ് കൊടുക്കുക, കോപ്പിറൈറ്റ് പറഞ്ഞ് അക്കൗണ്ട് പൂട്ടിക്കുക തുടങ്ങിയ വില കുറഞ്ഞ പണികൾ മോഹൻലാൽ ചെയ്യില്ല. അല്ലെങ്കിലും ചക്രവാളം ഭേദിച്ച് പറക്കുന്ന പരുന്തിന്റെ മത്സരം കോക്കയോടും കൊക്കിനോടും ഒന്നുമല്ലല്ലോ. തന്നെ കളിയാക്കിയെങ്കിലും ഒരാളുടെ വീട്ടിൽ അടുപ്പ് പുകയാണെങ്കിൽ അയാൾക്ക് അല്പം സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നേ അദ്ദേഹം കരുതും. ഈ അവസരത്തിൽ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാരണം മോഹൻലാൽ ഫാൻ പേജുകൾ പോലും ഈ വാക്കുകൾ ഏറ്റെടുക്കുകയായിരുന്നു. ജിതിൻ ജോസ് പറഞ്ഞ ഈ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രസക്തമായി മാറി എന്നതും കാണാൻ കഴിയും. കാരണം കണ്ണപ്പ ഇറങ്ങിയതിനു ശേഷം മലയാളത്തിൽ നിന്നുണ്ടായ റിവ്യൂകൾ എല്ലാം ഈ 5 മിനിറ്റിൽ താഴെ മാത്രം ചെയ്ത മോഹൻലാലിനെ കാണിച്ചുകൊണ്ടായിരുന്നു. കാരണം ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ